ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 7. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിർ മാമേ വൈഷ്യസ്യ സംശയഃ. ഈ ശ്ലോകത്തെ ഒരു ഗീതയുടെ ഒരു സന്ദേശമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഭഗവാനെ സ്മരിക്കുകയും അവനവൻ്റെ പണി എടുക്കുകയും ചെയ്യൂ. ഇതാണ് ഇവിടുത്തെ ഉപദേശം. എപ്പോഴും ഭഗവത് സ്മരണ മാത്രം മതി എന്നല്ല പറയുന്നത്. ഭഗവത് സ്മരണയോടുകൂടി അവനവനിൽ കർത്തവ്യമായ കർമ്മങ്ങളെ ചെയ്യൂ. മടിയനും അലസനും മന്ദനുമായിട്ടിരിക്കരുത്. ഇതാണ് ഇവിടുത്തെ സന്ദേശം. സർവകാലത്തിലും ഈശ്വര സ്മരണ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാലത്ത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒന്നുമല്ല, എല്ലാ സമയത്തും ഏത് ജോലി എടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും സർവകാലത്തിലും ഈശ്വര സ്മരണ ചെയ്യാം. അങ്ങനെ ഈശ്വര സ്മരണ നിത്യനിരന്തരമായി ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ സമർപ്പിതമായിരിക്കും. അപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഏത് ഈശ്വരസ്മരണ ഉണ്ടാവേണ്ടത് പറയാണ്, സർവാന്തര്യാമിയും കർമാധ്യക്ഷനും കർമ്മഫലദാതാവും സർവഹൃദിസ്ഥനുമായ എന്നെ അനുസ്മരിക്കൂ. അല്ലാതെ സർവവ്യാപിയായ ഈശ്വരനെ എങ്ങനെ സർവവ്യാപിയായ ഈശ്വരനെ സ്മരിക്കുക? അപ്പോഴാ പറയുന്നത് സർവത്തിൻ്റെയും സർവകർമ്മങ്ങളുടെയും അധ്യക്ഷനായിരിക്കുന്ന, അതേപോലെ തന്നെ സർവകർമ്മ ഫലദാതാവുമായിരിക്കുന്നത്, സർവരുടെയും ഹൃദയസ്ഥാനത്ത് വസിക്കുന്നവനുമായ എന്നെ അനുസ്മരിക്കൂ. അല്ലാതെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ അല്ല സ്മരിക്കാൻ പറഞ്ഞത്. അതൊക്കെ രൂപങ്ങളാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ആ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന കർമ്മ അധ്യക്ഷൻ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം യഥാവിധി തരുന്ന ആ ഫലദാതാവ്, എല്ലാറ്റിൻ്റെയും ഹൃദയത്ത് വസിക്കുന്ന ആ ജീവരൂപത്തിൽ വസിക്കുന്ന ഭഗവാനെ അതിനെ അനുസ്മരിക്കൂ, അതിനെ ഉള്ളിൽ കാണൂ. അങ്ങനെ അത് കാണണമെങ്കിൽ എന്താ വഴി? യഥാശാസ്ത്രം, ശാസ്ത്രബോധത്തോടു കൂടിയാവണം. ശാസ്ത്രമാണ് അതിന് വഴികാട്ടി. അപ്പം ശാസ്ത്രോപദേശം അനുസരിച്ച് സ്മരിക്കണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതിനനുസരിച്ചിട്ടല്ല, മറ്റുള്ളവർ ചെയ്യുന്നതിനെ പിന്തുടർന്നുകൊണ്ടല്ല. ശാസ്ത്രമാണ് അതിന് പ്രമാണം. ശാസ്ത്രപ്രമാണം അനുസരിച്ച് സർവജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. അത് സർവവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവത്തിൻ്റെയും അന്തര്യാമിയായി വസിക്കുന്നവനാണ്. അതിവിടെയുമുണ്ട്, അവിടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അത് സർവവ്യാപിയാണ്, എല്ലാറ്റിലും വ്യാപിച്ച് നിലകൊള്ളുന്നവനാണ്. അത് അല്പവ്യാപിയല്ല. അപ്പം ശാസ്ത്രോപദേശം അനുസരിച്ചിട്ട് വേണം സ്മരിക്കാൻ. ശാസ്ത്രോപദേശം അനുസരിച്ചിട്ട് സ്മരിക്കുമ്പോൾ അതിന് മാർഗദർശിത്വം നൽകുന്നത് ആരാണ്? അത് ഗുരുവാണ്. അപ്പോൾ ഗുരുപദേശത്തെ പിൻപറ്റിയിട്ട് വേണം ഭഗവത് സ്മരണ ചെയ്യാൻ. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിദിധ്യാസിതവ്യ. ബൃഹദാരണ്യോപനിഷത്തിൽ ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാണ്, സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്, ശ്രവണം ചെയ്യപ്പെടേണ്ടതാണ്, മനനം ചെയ്യപ്പെടേണ്ടതാണ്, നിധിധ്യാസനം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം ശാസ്ത്രം ആദ്യം കേൾക്കണം, പിന്നെ കേട്ടതിനെ മനനം ചെയ്യണം. ഒരു പ്രാവശ്യം കേട്ടാൽ 10 പ്രാവശ്യമെങ്കിലും മനനം ചെയ്ത് ഉറപ്പിക്കണം. അതിനെ ധ്യാനത്തിൽ നിധിധ്യാസനങ്ങളിലൂടെ മാത്രമേ അതിനെ ഉറപ്പിക്കാൻ പറ്റൂ.
ഇതിൽ ഏറ്റവും മുഖ്യമായത് ശ്രവണം തന്നെയാണ്. എവിടെ നിന്ന് കേൾക്കണം? ഗുരുമുഖത്തു നിന്ന് വേണം കേൾക്കാൻ. അല്ലാതെ ഇൻ്റർനെറ്റിലൂടെയോ അല്ലാതെ വാട്സപ്പിലൂടെയോ യൂട്യൂബിലൂടെയോ കേൾക്കാനല്ല പറഞ്ഞത്. അതൊക്കെ കാലത്തിനനുസരിച്ച് നമുക്ക് ആവുന്ന വിധത്തിലൊക്കെ നമുക്ക് ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കും വേണ്ടത് ഗുരുമുഖത്തുനിന്ന് കേൾക്കണം. മുഖത്തോട് മുഖം ഇരുന്ന് കേൾക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും. അതാണ് സമ്പ്രദായം. ഗുരുപ്രാപ്തിക്ക് മുഖ്യതയുണ്ട് സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ. ഗുരു ഉള്ളവൻ പറയട്ടെ എന്നുണ്ട്. അത് ഉപസദന വിധിക്ക് അനുസരിച്ചായിരിക്കണം. ഉപസദന വിധി എന്ന് പറയുമ്പോൾ അത് ചില സമ്പ്രദായങ്ങളുണ്ട്. തദ്ധിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പരിപൂർണമായ നമസ്കാരം കൊണ്ട്, പരിപൂർണമായ നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും നമസ്കരിക്കുന്നതുകൊണ്ട് ഞാനും നമസ്കരിക്കുന്നു എന്നല്ല. അവിടെ മാനസികമായി പൂർണ്ണമായും സമർപ്പണം ചെയ്യുന്നു. ആ സമർപ്പണം വരാൻ വേണ്ടി ശരീരം കൊണ്ടും നമസ്കരിക്കുന്നുണ്ട്. മനസ്സിൽ ഞാൻ ആ ഭാവം, സമർപ്പണ ഭാവം ഇല്ലെങ്കിൽ ബാഹ്യമായ നമസ്കാരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതൊരു വ്യായാമം മാത്രം. അതുകൊണ്ട് ഏറ്റവും വലിയ നമസ്കാരം മാനസികമായിട്ട്, മനസ്സുകൊണ്ട് ഞാൻ ഗുരുവിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന ഭാവമാണ് മുഖ്യം. ആ ഗുരു ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമാണെന്ന ഭാവത്തിൽ. അത് മാത്രം പോരാ, പരിപ്രശ്നം വേണം. സംശയങ്ങൾ ചോദിക്കണം, സംശയങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കരുത്. സേവ ചെയ്യണം, ആവുന്ന വിധത്തിൽ ഗുരു സേവ ചെയ്യണം. അങ്ങനെ വേണം ബ്രഹ്മതത്വത്തെ അറിയാൻ. അങ്ങനെ ആണെങ്കിൽ ശിഷ്യൻ അർഹനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഗുരു ഉപദേശിക്കും. സത്പാത്രമാണെങ്കിൽ പാത്രത്വം നോക്കിയിട്ട് ആ വിദ്യ കൊടുക്കുക. അപ്പോൾ ഗുരുവിൻ്റെ പ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ, ഇവനിത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൾക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ശരിക്കും ഉപയോഗിച്ചു കൊള്ളും, അത് മനസ്സിലാക്കിക്കൊള്ളും, യഥാതഥമായിട്ട് മനസ്സിലാക്കിക്കൊള്ളും എന്ന് അറിയുമ്പോൾ അവർക്ക് യാതൊരു ലോപവുമില്ലാതെ ഗുരുനാഥൻ ശാസ്ത്രോപദേശം ചെയ്യും. അതൊരു സമയമോ ഒന്നും വെച്ചിട്ടൊന്നുമല്ല. അവരുടെ എപ്പോഴും ഏത് സന്ദർഭത്തിലും ഗുരുനാഥൻ്റെ എല്ലാ വാക്കുകളും അവർക്ക് ശാസ്ത്രമായിരിക്കും. വെറും വാക്ക് പറയില്ല. ഒരു തമാശ പറയുന്നതിൽ പോലും കാര്യം ഉണ്ടാവും. അങ്ങനെ ശ്രവണത്തെ പിൻപറ്റിക്കൊണ്ട് മനന നിധിധ്യാസങ്ങളെ നിരന്തരം അനുഷ്ഠിച്ച് സംശയ വിപര്യങ്ങളെ നീക്കി അങ്ങനെ ശ്രവിച്ച ആ അറിവ് കൊണ്ട് അറിവ് ദൃഢമാക്കി തീർക്കണം. സാധാരണ നമ്മുടെ ലോകത്ത് ലൗകികങ്ങളായി ചെയ്യുന്ന സ്ഥൂലങ്ങളായ കർമ്മങ്ങൾക്ക് പോലും ഗുരുവും ശാസ്ത്രവും ഉണ്ട്. ഒരാളൊരു കഴിക്കോട്ട് കളിക്കുകയെന്ന് വിചാരിക്കുക. ആ കഴിക്കോട്ട് കളിക്കുന്നതിന് ഒരു ഗുരു ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ ആരെങ്കിലും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കാലിൻ്റെ പെരുവിരൽ പോകും. അപ്പം എല്ലാ ഭൗതികങ്ങളായ എല്ലാറ്റിനും ഗുരു ഉണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അതിസൂക്ഷ്മങ്ങളായിരിക്കുന്ന തത്വത്തെ അറിയാൻ അവിടെ ഗുരുവിൻ്റെ അനിവാര്യതയെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ആത്മാന്വേഷണ മാർഗത്തിൽ ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കാനാണ് ശാസ്ത്രജ്ഞോപി ബ്രഹ്മജ്ഞാനാന്വേഷണം സ്വാതന്ത്ര്യേണ കുര്യാത് എന്ന് മുണ്ടകോപനിഷത്തിൽ പറയും. ശാസ്ത്രം നല്ലോണം പഠിച്ച, പുസ്തകങ്ങളൊക്കെ ധാരാളം പഠിച്ച ആളാണെങ്കിൽ പോലും സ്വാതന്ത്ര്യേണ, അതായത് ഗുരു സഹായം കൂടാതെ ഈശ്വരാന്വേഷണത്തെ ചെയ്യരുത് എന്ന്. കാരണം അത് സന്ദർഭത്തിനനുസരിച്ച് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നത് ഗുരുവാണ്. പുസ്തകത്തിൽ പൊതുവായി പറഞ്ഞതാണ്, അതെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അത് തനിക്ക് ഏത് ഭാഗമാണ്, താൻ ഇരിക്കുന്ന തലത്തിൽ നിന്ന് വേണം തന്നെ ഉയർത്താൻ. അത് വേർതിരിച്ച് തരുന്നത് ഗുരുനാഥനാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ
അതിൽ ഒരേ പാഠം പഠിപ്പിക്കാൻ പറ്റില്ല. ആ പാഠത്തെ ഇന്ന ആൾക്ക് ഇന്നത് എന്ന് വേർതിരിച്ചു കൊടുക്കുന്നത് ഗുരുനാഥനാണ്. എപ്പോഴാണ് ഈശ്വരസ്മരണ വേണ്ടത് എന്നതിന് സർവേഷു കാലേഷു എന്ന് എടുത്തു പറയുന്നുണ്ട്. സർവകാലങ്ങളിലും. അതെന്താ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പലരുടെയും ഒരു പതിവ് എന്താന്ന് ചോദിച്ചാൽ, അനുകൂല സാഹചര്യത്തിൽ ഈശ്വര വിചാരം ചെയ്യും. എപ്പോഴാണ് അനുകൂല സാഹചര്യം? കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ല അങ്ങനെയുള്ള സന്ദർഭമൊക്കെ വരുമ്പോൾ ഈശ്വരാന്ന് വിളിച്ച് കരയും. അപ്പോൾ വലിയ ഈശ്വര സ്മരണയായിരിക്കും. ആ സാഹചര്യം മാറിയാലോ ഈശ്വര സ്മരണ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ സർവേഷു കാലേഷു എന്നുള്ള പ്രയോഗം എടുത്തു പറഞ്ഞത്. സദാസമയവും ഭഗവാനെ സ്മരിച്ചാൽ, അപ്പോൾ എല്ലാ സമയവും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? തൻ്റെ പണി എടുക്കണ്ടേ? അപ്പോൾ പറയാണ്, പ്രവൃത്തി മാർഗത്തിൽ കഴിയുന്ന ഒരാൾ മറ്റു കർത്തവ്യങ്ങളുണ്ട്. ആ സംശയത്തിന് പറയാണ്, സ്വധർമ്മം ച കുരു, സ്വധർമ്മത്തെയും ചെയ്യൂ, അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെയും ചെയ്യൂ. അല്ലാതെ വെറുതെ മടിയനും അലസനും മന്ദനുമായിട്ട് ഇരുന്നാൽ മാത്രം പോരാ. വെറും ഈശ്വരനാമജപം മാത്രമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല, അവനവൻ്റെ ശരീരസ്ഥിതി പോലും സുഗമമാവില്ല. അതുകൊണ്ട് ഈശ്വര സ്മരണയോടുകൂടി അവനവൻ്റെ പണി ചെയ്യൂ. ഇതാണ് ഇവിടുത്തെ ഉപദേശം. ധർമ്മവിഷയങ്ങളിൽ 4 പ്രമാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്ദിതാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച. വേദോഖിലോ ധർമ്മമൂലം, അഖില ധർമ്മത്തിനും കാരണം വേദമാണ്. സ്മൃതിശീലേച്ച തദ്ദിതാം, അവരുടെ ആ ഓർമ്മകൾ അവരാചരിച്ചത് അതും നമുക്ക് പ്രമാണമാണ്. അവരുടെ ആചാരങ്ങൾ നമുക്ക് പ്രമാണമാണ്. അതിലൊക്കെ ഉപരി ആത്മനസ്തുഷ്ടിരേവച, ആത്മസംതൃപ്തിക്ക് കാരണമായിരിക്കണം. ഇതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഗുരു മുഖത്തു നിന്ന് കേൾക്കണം. ശാസ്ത്രശ്രവണത്തിനനുസരിച്ച് സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമായിരിക്കുന്ന ഭഗവാനെ ഓർമ്മിക്കണം. അവനവൻ്റെ പണി എടുക്കുകയും വേണം എന്നാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം. അത് ആധ്യാത്മിക മണ്ഡലത്തിലായാലും ഭൗതിക മേഖലയിലായാലും ഒരുപോലെ പ്രായോഗികമായ ഒരു സിദ്ധാന്തത്തെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഏത് മേഖലയിലായാലും ആ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ശ്രേയസ്സും ക്ഷേമവും കൈവരിക്കാം. ഇപ്പം ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഈ പരമവും പവിത്രവും പ്രശാന്തവുമായ ഭഗവത് പാദങ്ങളിൽ മനസ്സിനെ വിശ്രമിപ്പിച്ചുകൊണ്ട് ആ ഉൾക്കുളിർമയോടുകൂടി തൻ്റെ സർവ്വ കഴിവുകളും കർമ്മരംഗത്ത് വിനിയോഗിക്കാൻ അയാൾ സമർത്ഥനാകും. അവിടെ ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല. അവിടെ പൂർണ്ണമായ ശ്രേയസ് നേടാൻ ഇതാണ് ഉപായം. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റത് വേർപെടുത്തിയാൽ രണ്ടും നശിക്കും. ഭൗതികതയും ആധ്യാത്മികയും രണ്ടും വേറെ ആക്കാൻ പറ്റില്ല. രണ്ടും വേണം. രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പം ദൈനംദിന ജീവിതത്തിലെ കോലാഹലങ്ങൾക്കിടയിൽ പോലും ഈശ്വരസ്മരണ നിലനിർത്താൻ ശീലിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വന്തം നില മറക്കാതെ ഒരു ജീവിതമാകുന്ന ഈ നാടകത്തിൽ ഭംഗിയായി അഭിനയിക്കാൻ കഴിയണം. ആ സമയത്ത് എങ്ങനെയാണ് ആ നാടകം, താൻ നാടകമാണ് ഈ ജീവിതമെന്ന് കാണുമ്പോൾ അത് അഭിനയിക്കുമ്പോഴും താൻ ജീവനല്ല ആത്മാവാണ് എന്നുള്ള ഓർമ്മ സുദൃഢമായി ഉള്ളിലുണ്ടാവണം. ആ ബോധത്തോടു കൂടി ജീവിതത്തിൽ എങ്ങനെയാണോ അങ്ങനെ കഴിയും. അപ്പോൾ ജീവിതയാത്ര സുഗമമാവും. സർവ പ്രശ്നങ്ങളും നിസ്സാരങ്ങളായും നിസ്സാര വിജയങ്ങൾ പോലും ശ്രേഷ്ഠങ്ങളായ വിജയവുമായും മാറും.
ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ, ഗുരുശാസ്ത്രത്തിൽ നിന്ന് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു വ്യക്തി അയാളുടെ ആ സംസ്കാരം ഉണ്ടല്ലോ, നേടിയ സംസ്കാരം, അത് മറന്നുപോവില്ല. അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അയാൾക്ക് ഈശ്വരസ്മരണ മറന്നു പോവാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അയാളുടെ മറ്റുള്ളവരുമായുള്ള ചർച്ചയിൽ, അയാളുടെ വാക്കിൽ, വിചാരത്തിൽ, പ്രവൃത്തിയിലും ഒക്കെ ആ ഈശ്വരീയമായ ഭാവം, ആ മഹിമ സ്ഫുരിക്കുന്നതും കാണാം. അയാളുടെ കർമ്മങ്ങൾ നിസ്സാർത്ഥങ്ങളായിരിക്കും, ചിന്തകൾ സ്നേഹാർദ്രങ്ങളുമായിരിക്കും. എന്തിനെക്കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത് അതാണ് ആയിത്തീരുക. തത് യത് ഭാവ തത് ഭവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരന്തരം എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. അപ്പം ഏകാഗ്രതയോടെ ധ്യാനിച്ച് മനോബുദ്ധികൾ എന്നിൽ ലയിപ്പിച്ച് നീ എന്നെ തന്നെ പ്രാപിക്കും, സംശയമില്ല. മാമേ വൈശ്യസ്യ സംശയ എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എന്നെ അനുസ്മരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യൂ. യുദ്ധം എന്ന് പറഞ്ഞാൽ അർജുനനെ സംബന്ധിച്ച് യുദ്ധക്കളത്തിലായതുകൊണ്ട് തൻ്റെ കർത്തവ്യ കർമ്മം അതാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതമാകുന്ന ആയോധനത്തിൽ നമ്മുടെ സ്വധർമ്മം എന്താണോ അതനുഷ്ഠിക്കൂ. ആ സമയത്ത് ഭഗവത് ഭാവത്തെ ഒരിക്കലും വിസ്മരിക്കാൻ ഇടവരരുത് എന്നാണ് ഇവിടുത്തെ സന്ദേശം.